ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്ന് എന്ന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ കാവേരിയും നിവിനും കൂടിയിട്ട് ജയബാലൻ വാങ്ങിയതാണെന്ന് പറയുന്ന തോട്ടത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ കാവേരിക്ക് മനസ്സിലാവും ഇത് കാവേരിയുടെ അച്ഛൻ തന്നെ തങ്ങളെ ഒന്ന് കൊടുന്ന് കാണിച്ചു തന്നത് ഈ തോട്ടം തന്നെയാണ്, അത് അദ്ദേഹം അന്ന് വാങ്ങിയെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കാവേരിയും നിവിനും നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു ജോലിക്കാരൻ, ആ ജോലിക്ക് നിന്നിരുന്ന ഒരു ചേട്ടനെ അവർ കാണുകയാണ്. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ് ഈ തോട്ടം യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന്. അപ്പോൾ അയാൾ പറയും ജയബാലൻ വാങ്ങിയതെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്ല ചേട്ടാ, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ അന്ന് കൊണ്ടുവന്നപ്പോൾ ചേട്ടനും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അന്ന് ഞങ്ങളുടെ അച്ഛൻ ഇത് വാങ്ങി എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അയാൾ പറയും അതങ്ങനെ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്കറിയില്ല, യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ പോട്ടെ, അതാരും വാങ്ങിക്കോട്ടെ, ഈ സ്ഥലത്തിൻ്റെ പണ്ടത്തെ ഓണർ ആരായിരുന്നു എന്നറിയുമോ? അയാളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. അപ്പോഴും അയാൾ അവിടെ കിടന്നിട്ട് പരണ്ട് മാറും. കാരണം അയാൾ പറയും എനിക്കറിയില്ല, ഇതിൻ്റെ മുൻപത്തെ ഓണർ ആരാണെന്നറിയില്ല, ഞാനിവിടെ ജോലിക്ക് വരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു, കൂലി വാങ്ങുന്നു, അത്ര മാത്രമേ എനിക്കറിയുകയുള്ളൂ. അപ്പോൾ കാവേരി പറയും എൻ്റെ അച്ഛൻ വർഷങ്ങളോളം മണലാരണ്യത്തിൽ കിടന്ന് ചോര ആവിയാക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് ഞങ്ങൾ ഈ 4 മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞ് ഞാൻ തീരുമാനിക്കുന്നത് എന്നാൽ ജോലിക്കാരനോട് പറയണം. അപ്പോൾ ജോലിക്കാരൻ പറയും ഇനി എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ, എൻ്റെ ഭാര്യ അവിടെ വയ്യാണ്ടിരിക്കുകയാണ്, ഭാര്യ തല കറങ്ങി വീണു എന്ന് പറഞ്ഞ് ഫോൺ വന്നിരുന്നു, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞ് നിങ്ങളായതുകൊണ്ടാണ് ഇത്ര നേരം ഞാൻ സംസാരിച്ചത്, എനിക്ക് നേരെ ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ പോവുകയാണ്. അപ്പോൾ നിവിൻ പറയും അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അയാൾ ഒന്നും പറയാത്തതാണ്. അപ്പോൾ കാവേരി പറയും അത് എനിക്ക് മനസ്സിലായി, അയാൾ ജയബാലൻ്റെ വിശ്വസ്തനാണ്, അയാളുടെ വായിൽ നിന്നൊന്നും നമ്മൾ കേൾക്കാൻ സാധ്യതയില്ല, അപ്പോൾ നമുക്ക് ആ പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞ് പറയുകയാണ്. അതുപോലെ കാവേരി പറയും നിവിൻ്റേത് വഴിക്ക് അന്വേഷിക്കും, ഞാൻ എൻ്റെ വഴിക്ക് അന്വേഷിക്കും, നമുക്ക് 2 പേർക്കും 2 വഴിക്ക് അന്വേഷിക്കാം, അപ്പോൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടും എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയും. പിന്നെ കാണുന്നത് നമ്മുടെ ഗംഗ കടയുടെ മീതെ കൂടെ ഇങ്ങനെ നടക്കുന്നതാണ്. അവളിങ്ങനെ നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുജാത താഴത്തു കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സുജാത ഇവളെ കണ്ടോട് കൂടിയിട്ട് അവിടേക്ക് കയറി വന്നിട്ട് സലീമിനോട് ചോദിക്കും അല്ല സലീമ ഇപ്പോൾ പ്രതിഷ്ഠ ഇവിടേക്കാക്കിയോ എന്ന് ചോദിക്കും. അപ്പോൾ സലീം ചോദിക്കും പ്രതിഷ്ഠയോ? അല്ല ഇവളേനെ ഇവിടേക്കാക്കിയോ എന്ന് ചോദിക്കും. എന്നിട്ട് ഗംഗയെ കുറേ ചീത്ത പറയും. അപ്പോൾ സലീമ വന്നിട്ട് പറയും ചേച്ചി ചീത്തൊന്നും പറയണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞ് സലീമിനെ വഴക്ക് പറഞ്ഞതിന് ശേഷം ഗംഗയെ കുറേ വഴക്ക് പറയും. എന്നിട്ട് പറയും നിങ്ങളുടെ വീടിൻ്റെ എല്ലാ ബാധ്യതയും എൻ്റെ മകൻ്റെ തലയിലെടുത്ത് വെച്ചു, എൻ്റെ മകനാണെങ്കിലും ഒരു മണ്ടൻ, അവനെല്ലാം എടുത്ത് തലയിൽ വെച്ചു, എൻ്റെ മകൻ്റെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്നറിയുമോ, എല്ലാം നീ ഇത്തിരി പോകുന്നൊരു പൊന്നിൽ നീ അവനെ ഒതുക്കി എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിലെ താലി പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഗംഗയുടെ. അപ്പോൾ ഗംഗ അയ്യോ അമ്മായി വേണ്ട, പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞ് ഗംഗ അവിടെ നിന്ന് കരയും. അപ്പോൾ പിന്നെയും ശക്തിയിലെന്നെയാണ് സുജാത താലിമാല പിടിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ ഇത്തിരി പൊന്നിലാണ് നീ എൻ്റെ മകനെ കെട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ദേഷ്യത്തിലാണ് സുജാത. അപ്പോൾ ഗംഗ വീണ്ടും കരയുക തന്നെയാണ്, അതായത് പൊട്ടിക്കല്ലേ അമ്മായി പ്ലീസ് എന്ന് പറഞ്ഞ്. അങ്ങനെ സുജാത പറയും ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല, പക്ഷേ എൻ്റെ മകൻ എല്ലാ യഥാർത്ഥവും തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് സുജാത അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിൽ, ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു വിഷമത്തിൽ, താലിക്ക് കയറി പിടിച്ചതിൽ താലി പോകുമോ ഉണ്ടായിരുന്ന വിഷമത്തിൽ ഗംഗ ആ താലിയെ ഇങ്ങനെ നോക്കി കരയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഗംഗയുടെ കണ്ണുനീര് ആ താലിയിലോട്ട് ഇങ്ങനെ ഇറ്റിറ്റി വീഴും. അതാണ് ഗംഗയെ കാണിക്കുന്നത്. ഇതൊന്നും അറിയാണ്ട് നമ്മുടെ പാവം വിനീത് ഗംഗയ്ക്ക് ചായയും വടയൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കള്ള് കുടിക്കാനെന്ന് കമ്പനി എന്ന ആ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനാണെച്ചെങ്കിൽ ഇപ്പോൾ ദൈവവിളിയൊക്കെ കിട്ടി ബൈബിളൊക്കെ പിടിച്ച് എവിടെയോ ഒരു ധ്യാനത്തിനൊക്കെ പോയിട്ടാണ് വരുന്നത്. എന്നിട്ടിപ്പോൾ വിനീത് ചോദിക്കും അന്ന് കള്ള് കുടിച്ചപ്പോൾ എൻ്റെ കൂടെ എല്ലാം കട്ടയ്ക്ക് നിൽക്കാമെന്ന് പറഞ്ഞിരുന്ന ആളാണ്, ഇപ്പോൾ ദൈവവിളിയൊക്കെ കിട്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അയാൾ പറയാണ് കള്ളും കഞ്ചാവും ഒക്കെ ലഹരികളാണ്, അതൊന്നും ഉപയോഗിച്ചുകൂടാ, ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയാണെന്ന് പറഞ്ഞ് ഒരു കോമഡി സീനായിരുന്നു അത്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ സീരിയൽ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക്